ഒരുമയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ തിരുവോണം ആഘോഷിച്ചു. പുത്തനുടുപ്പും ഓണപ്പൂക്കളവും ഓണസദ്യയും ഓണക്കളികളുമെല്ലാമായി നാടും നഗരവും ആഹ്ലാദത്തിമിർപ്പിലായിരുന്നു. സാരംഗ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്തെ ഓണം ആഘോഷം വിപുലമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി രാത്രിയിലാണ് ഓണത്തിൻ്റെ കൂടുതൽ ആഘോഷങ്ങൾ നടക്കുന്നത്. ഈ കനകക്കുന്നിലും അതുപോലെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ അങ്ങനെ തുടങ്ങി വിവിധ കലാപരിപാടികളാണ് നടക്കുന്നത്. അത്തരത്തിൽ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നതിനായിട്ട് കുടുംബസമേതം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ പ്രധാനമായും മറ്റൊരു കാര്യം പറയേണ്ടത് സർക്കാരിൻ്റെ വ്യക്തമായ ഇടപെടലാണ്. അതായത് സംസ്ഥാന സർക്കാർ ഈ ഓണത്തോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വലിയ പങ്കുവച്ചിട്ടുള്ള ഒരു ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. ഏതാണ്ട് 20,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഓണത്തിന് മാത്രമായിട്ട് ചിലവഴിച്ചിട്ടുള്ളത്. കൺസ്യൂമർ ഫുഡ് അതുപോലെ തന്നെ സർക്കാരിൻ്റെ വിവിധ സംവിധാനങ്ങളിലൂടെ വിൽപ്പന, പൊതുവിപണിയിലെ വില കൂടുതലിനെ തടയിടുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള മുന്നേറ്റങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അത് കൺസ്യൂമർ ഫുഡ് ആയാലും കൃഷി വകുപ്പിൻ്റെ കൃഷിച്ചന്ത തുടങ്ങിയ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലൂടെയും വലിയ വിൽപ്പനകളാണ് നടന്നിട്ടുള്ളത്. എന്തായാലും കൺസ്യൂമർ ഫുഡിലൂടെയും വലിയ വിൽപ്പനകളൊക്കെ നടന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് 385 കോടി വിൽപ്പന, അതായത് കോടി രൂപയുടെ വിൽപ്പന നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സപ്ലൈകോ സ്റ്റോറിലൂടെ മാത്രമാണ് ഇത്തരത്തിലൂടെ വലിയ ഒരു മുന്നേറ്റം ടാർഗറ്റ് അല്ലെങ്കിൽ കൈവരിക്കാനായത്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ ജീവനക്കാർക്ക് ക്ഷേമബത്ത അല്ലെങ്കിൽ ഉത്സവബത്ത തുടങ്ങിയ എല്ലാ ആനുകൂല്യങ്ങളും നൽകാൻ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റ് ജോലിക്കാർക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് പരമ്പരാഗത തൊഴിലാളികൾക്ക് ഉൾപ്പെടെ 50 കോടി രൂപയോളം സംസ്ഥാന സർക്കാർ വക മാറ്റിവെച്ചിരുന്നു ഈ ഓണത്തോടനുബന്ധിച്ച്. അത്തരത്തിൽ വിപുലമായ ഒരു സർക്കാർ ഇടപെടലുകളാണ് നടന്നിട്ടുള്ളത്. അതായത് നമ്മളൊന്നും ഓർക്കണം, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ സാമ്പത്തികമായ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴാണ് ഇതിനിടയിൽ ഇത്തരത്തിലൊരു വലിയ മുന്നേറ്റം സംസ്ഥാന സർക്കാരിന് കാഴ്ചവെക്കാൻ സാധിച്ചത്. എന്തായാലും വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് തലസ്ഥാനത്ത് നടക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണമായിരുന്നു. സംസ്ഥാനത്ത് അതായത് എല്ലാ ജില്ലകളിലും ഇന്ന് വിപുലമായി തന്നെ സംസ്ഥാനത്തെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പൊതിച്ചോറുകൾ വിതരണം ചെയ്തു. തിരുവനന്തപുരത്തും വിപുലമായി തന്നെ പൊതിച്ചോറുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ആഘോഷങ്ങളൊക്കെ വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആളുകൾ ഇത്തരത്തിൽ പല ഭാഗങ്ങളിലേക്കായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും സാരംഗ് പറഞ്ഞതുപോലെ ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. മനോഹരമായ ഡ്രോൺ ഷോ ഉൾപ്പെടെ ഇപ്പോൾ തലസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. വലിയ തിരക്ക് എല്ലായിടത്തും അനുഭവപ്പെടുന്നുമുണ്ട്.